നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 5 കോടി രൂപയുടെ ഒരു SIPൻ്റെ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ കൊടുക്കേണ്ടായി. ഇത് നമുക്ക് ഒരുപാട് കോളുകളാണ് ഈ SIP എങ്ങനെ ചെയ്യാൻ പറ്റും, എത്ര രൂപയാണ് ചെയ്യേണ്ടത് വെച്ച് 100 കണക്കിന് കോളുകൾ നമുക്ക് വരികയുണ്ടായി. നമുക്ക് പ്രധാനമായിട്ടും ഒരു 5 കോടി രൂപ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ആളുകൾക്കും അവരുടെ റിസ്ക് പ്രൊഫൈലും അവരുടെ ഏജിനനുസരിച്ചാണ് നമ്മൾ ഓരോ ആളുകൾക്കും അതിൻ്റേതായ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. പ്രത്യേകിച്ച് ഒരു 30 ഏജ് ബിലോ ഉള്ള ഒരാളാണ് ഒരു 10 കോടി രൂപ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സിൻ്റെ ഉള്ളിൽ 10 കോടി രൂപ ഉണ്ടാക്കിയെടുക്കാൻ വെറും 15,000 രൂപയാണ് വരുന്നുള്ളത്. ഇനി പല ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ്, നമ്മുടെ SIP സ്റ്റാർട്ട് ചെയ്തു 2-3 പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3-4 വർഷമായി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അമൗണ്ടിന് എന്ത് സംഭവിക്കും, പിന്നെ അടച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ അമൗണ്ട് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണോ വിഡ്രോ ചെയ്യുന്നത് അതുവരെയുള്ള മാർക്കറ്റിൻ്റെ റിട്ടേൺ ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ SIP സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതുവരെയുള്ള റിട്ടേൺ അടക്കം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ SIPയിലൂടെ ചെയ്യുമ്പോൾ പല ആളുകൾ ചോദിക്കുന്നതാണ്, 1-2 മാസം നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് അഥവാ പോസ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അതിനുള്ള ഓപ്ഷനും നമുക്ക് ഓൺലൈനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റില്ല. NRI സ്റ്റാറ്റസിലാണ്. പ്രത്യേകിച്ച് KYC, OTM ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യാനേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ പോലെ ഒരു അഡ്വൈസറിൻ്റെ സഹായം വെച്ച് നല്ലൊരു ഫണ്ടിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ 40ഓളം വരുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നമ്മൾ ഓപ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന അഥവാ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തതാണ്. പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പിലൊക്കെ വരുന്ന 15% to 20% അപ്പോൾ റിട്ടേൺ കൊടുക്കുന്ന ഒരുപാട് ഫണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന റിട്ടേൺ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഫ്യൂച്ചറിലോട്ട് എങ്ങനെയാണ് ഈ ഫണ്ട് പെർഫോം ചെയ്യുക ഇതുകൂടി അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഏതൊരു ഫണ്ടും പിക്ക് ചെയ്യാൻ.